വമ്പൻ ടാസ്ക് തന്നെ ആയിരുന്നു എന്ന് ഞാൻ പറയാൻ കാരണം ഒന്നുകിൽ ടാസ്ക് ഫ്ലോപ്പായി, അതല്ലെങ്കിൽ ആര്യൻ ഒരു ഒന്നൊന്നര ബ്രില്യൻറ്റ് ഗെയിമാണ്. ആര്യൻ മാത്രമല്ല, സാബുമാൻ, അക്ബർ ഇവരൊക്കെ ഗസ് ചെയ്തു. എങ്ങനെയായിരിക്കും അവർക്ക് കാണാൻ പറ്റുന്നുണ്ടായിരുന്നോ? ഏതായാലും ശരി, ആര്യൻ ടാസ്കിന്റെ കാര്യത്തിൽ നമുക്ക് എന്ത് പറഞ്ഞാലും ആര്യൻ അടിപൊളിയാണ്. പക്ഷെ ഈ ടാസ്കിൽ ഇതെങ്ങനെയായിരിക്കും സാധിച്ചത് എന്ന് നമുക്കൊന്ന് നോക്കാം. സംഭവം ടാസ്ക് എന്ന് വെച്ചാൽ ഈ പറയുന്ന 15 പേരെയും റൗണ്ട് ചെയ്ത് കണ്ണൊക്കെ അടച്ച് അവിടെ അങ്ങനെ ഇരുത്തേക്കാണ്. എന്നിട്ട് ആ ഒരു ഇമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞൊരു ബോട്ടിൽ ഈ പുറത്തുനിന്നുള്ള ബിഗ് ബോസ് ടീമിൽ നിന്ന് ആൾക്കാർ വന്നിട്ട് അതെടുത്ത് ഈ കണ്ണടച്ചിരിക്കുന്നവരുടെ മുന്നിൽ വെക്കും. അവര് അത് കണ്ണ് തുറന്ന് നോക്കുമ്പോൾ ഈ പറയുന്നത് തനിക്ക് മുന്നിൽ ആരാണ് വെച്ചത് എന്ന് കറക്റ്റായിട്ട് ഗസ് ചെയ്യണം. ഒരു ലക്ക് ഫാക്ടർ ഉണ്ട്, പക്ഷെ അതിനകത്തൊരു തന്ത്രം പ്രയോഗിക്കാൻ പറ്റും, ഒരു ട്രിക്ക് ഉണ്ട്, ഈ ഒരു ഗെയിമിന് ഒരു ട്രിക്ക് ഉണ്ട് എന്ന് ആര്യൻ പറയുന്നുണ്ട്. സംഭവം സ്റ്റാർട്ടിങ്ങിൽ തന്നെ ആര്യനായിരുന്നു അത് കിട്ടിയത്. ആര്യൻ ഈസി ആയിട്ട് ജിഷിന് വെച്ചു. ജിഷിന് ഒരു പിടിയും ഇല്ലായിരുന്നു, ജിഷൻ പെട്ടുപോയി. ജിഷൻ ഗസ് ചെയ്തത് അഭിലാഷിനെ എങ്ങാണ്ടാണ്, അപ്പോഴത്തേക്കും അത് തെറ്റിപ്പോയി. അങ്ങനെ ജിഷൻ ഔട്ടായി. അത് കഴിഞ്ഞപ്പോഴത്തേക്കും നെവിൻ, ശരിക്കും പറഞ്ഞാൽ നെവിൻ അവിടുന്ന് ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് നെവിൻ വന്നത് ആര്യൻ കണ്ടു എന്ന് എനിക്കും ഒരു ഡൗട്ട് തോന്നി. പിന്നെ പക്ഷേ നെവിൻ്റെ സ്മെല്ല് വെച്ച് ഐഡന്റിഫൈ ചെയ്തതാണോ എന്നുള്ളതാണ്. അത് ആര്യൻ തന്നെ പറഞ്ഞതാണ്, ഞാൻ സ്മെല്ല് വെച്ച് ഐഡന്റിഫൈ ചെയ്തു എന്നുള്ള തരത്തിൽ. അപ്പോൾ നെവിനെ കറക്റ്റായിട്ട് ചൂസ് ചെയ്തപ്പോൾ ശരിക്കും പറഞ്ഞാൽ വാവ് ആര്യൻ യു ആർ ഗ്രേറ്റ് എന്നൊക്കെ പറയാൻ തോന്നി. പക്ഷെ നെവിൻ കുറച്ച് ട്രിഗറായി. അതായത് നീ കണ്ടടാ, നീ കണ്ണ് താഴത്ത് കൂടെ നോക്കി എന്നൊക്കെ നെവിൻ പറഞ്ഞ് കുറച്ച് ബഹളം ഉണ്ടാക്കിയിട്ടാണ് ഇറങ്ങിപ്പോയത്. അത് കഴിഞ്ഞിട്ട് സാബുമാന് കിട്ടി. സാബുമാൻ ശരിക്കും പറഞ്ഞാൽ അത് അനുമോൾക്കാണ് വെച്ചത്. അനുമോൾക്ക് എന്തായാലും ഗസ് ചെയ്യാൻ കഴിയത്തില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു. അങ്ങനെ അനുമോൾ ഔട്ടായി. ദെൻ അനീഷിന്റെ പേരാണ് കിട്ടിയത്. അനീഷിനാണ് ആ ചാൻസ് കിട്ടിയത്. അനീഷ് അക്ബറിന്റെ മുന്നിൽ വെച്ചു. ഇവിടം തൊട്ടാണ് ശരിക്കും പറഞ്ഞാൽ ഞാൻ ശ്രദ്ധിക്കാൻ തുടങ്ങിയത്. അക്ബറിന്റെ മുന്നിൽ വെച്ചപ്പോൾ ആര്യൻ സത്യത്തിൽ അനീഷേട്ടനാണ് അക്ബറിന്റെ മുന്നിൽ വെച്ചത് എന്നുള്ളത് ആര്യന് മനസ്സിലായി. കാരണം എന്ന് വെച്ചാൽ ആര്യൻ പറഞ്ഞൊരു ഡയലോഗ് ഉണ്ടായിരുന്നു. ആര്യൻ പറയുന്നത്, അയ്യോ അയാള് അക്ബറിനെ പുറത്താക്കാൻ നോക്കിയല്ലേ എന്നിങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ആ അയാളെന്ന് പറയുന്ന ഒരു വാക്ക് ആര്യൻ അവിടെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അയാളെന്ന് വിളിക്കണമെങ്കിൽ അതൊരു ബോയ് ആണ് എന്ന് ആര്യൻ എങ്ങനെ മനസ്സിലായി? അവിടെ സ്ത്രീകളും പുരുഷന്മാരും ഒക്കെയുണ്ട്. പിന്നെ അയാള് എന്നൊക്കെ പറഞ്ഞ് കുറച്ച് ഏജ്ഡ് ആയിട്ടൊരാളെ വിളിക്കണമെങ്കിൽ അവൻ എന്ന് വിളിച്ചില്ല, അയാള് എന്ന് വിളിച്ചെങ്കിൽ ആര്യന് മനസ്സിലായിട്ടുണ്ട് അത് അനീഷ് ആണെന്ന്. പിന്നെ ബിഗ് ബോസ് അനൗൺസ് ചെയ്യുന്നുണ്ട്, ആര്യൻ ഇത് അക്ബറിന്റെ ടേൺ ആണ് എന്ന് വിളിച്ചു പറയുന്നുണ്ട്. സോ ആര്യന് മനസ്സിലായിട്ടുണ്ട് എന്ന് തന്നെ എനിക്ക് തോന്നി. അതാണ് ഞാൻ പറഞ്ഞത്, ഈ ഗെയിം ഫ്ലോപ്പ് ആയി പോയോ എന്ന്. അവിടെ തൊട്ടാണ് എനിക്ക് സത്യം പറഞ്ഞാൽ അത് ആര്യന്റെ ട്രിക്ക് എന്ന് ഉദ്ദേശിച്ചത്. ആര്യൻ ശരിക്കും പറഞ്ഞാൽ ഓരോ ആൾക്കാരുടെയും ഈ ഒരു റൗണ്ട് വരുമ്പോഴത്തേക്കും ആര്യന്റെ കണ്ണ് കെട്ടിക്കഴിയുമ്പോൾ ആര്യൻ കുറച്ച് റിലാക്സ് ആയി ബാക്കിലോട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. അതായത് തല പൊക്കി നോക്കേണ്ട ആവശ്യമില്ല. കുറച്ച് ചെയർ ബാക്കിലോട്ട് ഇട്ട് കഴിഞ്ഞാൽ ഇങ്ങനെ തല പൊക്കാതെ ഇങ്ങനെ വെച്ചാലും ശരി, ആ ഒരു ആൾക്കാർ നടന്നു പോകുന്നത് ദൂരേന്ന് നമുക്ക് കാണാൻ സാധിക്കും എന്ന് തന്നെയാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. സോ അതൊരു ട്രിക്കായിട്ട്, ആ ഒരു ഗെയിം കളിക്കാൻ ഒരു ട്രിക്ക് വേണം, അല്ലാതെ ഗസ് ചെയ്ത് ഒരിക്കലും കണ്ടുപിടിക്കാൻ കഴിയില്ല എന്നുള്ളതൊരു സത്യമാണ്. അപ്പോൾ അത് ആര്യൻ്റെ ഒരു ഗുഡ് ഗെയിം ആയിട്ടോ ബാഡ് ഗെയിം ആയിട്ടോ എന്ത് വേണമെങ്കിലും കണക്കാക്കാൻ പറ്റും. ഏതായാലും ശരി, ആര്യൻ അത് കണ്ടു എന്ന് തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. ദെൻ അടുത്ത ഒരു കാര്യം പറയുകയാണെങ്കിൽ, അനീഷിന് അന്നേരം അക്ബറിന് ഗസ് ചെയ്യാൻ പറ്റി, അനീഷ് ഔട്ടായി. അടുത്തത് നെക്സ്റ്റ് വന്നത് ആദിലേക്ക് ആ ഒരു ചാൻസ് കിട്ടിയത്. ആദില ആ ബോട്ടിൽ കൊണ്ടുപോയി സാബുമാന് കൊടുക്കുന്നുണ്ട്. പക്ഷെ ആദില എന്ത് ചെയ്തെന്നറിയോ? ഇത് ആര്യന്റെ കയ്യിൽ നിന്ന് കിട്ടിയ ട്രിക്കാണ്. അതായത് ആ ടേബിളിന്റെ മുകളിൽ ഏത് സൈഡിലായിട്ടാണ് ആ ബോട്ടിൽ വെച്ചിരിക്കുന്നത്, ആ സൈഡിൽ നിന്നുള്ള ആൾക്കാരായിരിക്കും അത് വെച്ചത് എന്ന് ഗസ് ചെയ്യാൻ ആര്യനാണ് ആ ട്രിക്ക് അവിടെ പറഞ്ഞു കൊടുത്തത്. ആദില അത് മനസ്സിലാക്കി വെച്ചിട്ട് ആ ബോട്ടിൽ കൊണ്ടുപോയി സാബുമാന്റെ ഒരു മൂലയ്ക്കോട്ട് വെച്ചു. അത് ആ സൈഡിൽ ഇരിക്കുന്നത് നൂറ, ബിന്നി, ആര്യൻ ഇവരൊക്കെ ആയിരുന്നു. അപ്പോൾ സാബുമാൻ കുറെ ടൈമിൽ അങ്ങനെയൊക്കെ നോക്കുന്നുണ്ടെന്ന് അത് ഞാൻ ശ്രദ്ധിച്ചു. പക്ഷേ തൊട്ടടുത്ത നിമിഷം പെട്ടെന്ന് അവിടെ ഇവിടെയൊക്കെ നോക്കിയിട്ട് ആ ആദിലയുടെ ചിരി കണ്ടപ്പോൾ സാബുമാനെ കിട്ടി എന്ന് തന്നെയാണ് ഫീൽ ചെയ്തത്. ആ ആദില കുറച്ച് പേടിച്ചും അതുപോലെ തന്നെ പൊക്കുവോ എന്നുള്ള പേടിയിലൊക്കെ ആയിരുന്നു ആദില ഇരുന്നത്. അതുകൊണ്ട് തന്നെ സാബുമാൻ ആദിലയുടെ പേര് പറഞ്ഞു. അപ്പോൾ ബിഗ് ബോസ് പറഞ്ഞു സാബുമാൻ പറഞ്ഞത് തെറ്റിയില്ല, ശരിയാണ് എന്ന് പറഞ്ഞു. അങ്ങനെ ആദില ഔട്ടായി. അങ്ങനെ ഗെയിം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഗെയിം നടക്കുന്നതിൻ്റെ ഇടയിലാണ് ഞാൻ വന്നത്. ഇതിന് ശേഷം ആരൊക്കെ ഔട്ടായി എന്നുള്ളത് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണേ. ഞാൻ അത് കഴിഞ്ഞിട്ടേ ലൈവ് കാണത്തുള്ളൂ. സോ എനിക്ക് അറിയേണ്ടത്, നെവിനെ പുറത്താക്കിയത് സത്യത്തിൽ
കണ്ടിട്ടാണോ ആര്യൻ അത് കണ്ടിട്ട് തന്നെയാണോ ചെയ്തത്, അതോ ഈ ഗെയിമിൽ ഇത്രയും ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു വ്യക്തി തന്നെയാണോ ആര്യൻ? ശരിക്കും ആര്യന്റെ ഈ ഒരു ഇന്നത്തെ ആ ഒരു ഗെയിമിന് വേണ്ടിയിട്ടുള്ള ആ ഒരു ഏകാഗ്രത അല്ലെങ്കിൽ ആ കോൺസെൻട്രേഷൻ ഒക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു. ശരിക്കും ആര്യൻ കഴിഞ്ഞ ഈ ഒരു കുറച്ച് ദിവസം ഉണ്ട് ആ ബോട്ടിൽ ടാസ്ക് ഒക്കെ നന്നായിട്ട് തന്നെയാണ് ആര്യൻ ചെയ്തത്. സോ ആര്യൻ നന്നായിട്ട് ചെയ്യുന്നുണ്ടെന്നുള്ളത് സത്യമാണ്. ഇതൊരു ഗെയിം ഒരു കള്ളക്കളി കാണിച്ചോ എന്നുള്ളതൊരു ഡൗട്ടാണ്. കുറേയൊക്കെ ലക്കാണ്. പക്ഷേ അക്ബറിനും ഈ പറഞ്ഞ കള്ളക്കളി കാണിച്ചു, സാബുമാനും കള്ളക്കളി കാണിച്ചു എന്ന് പറയാൻ പറ്റില്ലല്ലോ. സോ ഇതിനകത്ത് കണ്ടുപിടിക്കാൻ ഒരു ട്രിക്ക് ഉണ്ട് എന്ന് ആര്യൻ പറഞ്ഞതുപോലെ എന്തോ ഒരു ട്രിക്ക് ആര്യന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും അടുത്ത ഗെയിമിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് ഉടനെ വരാം. സീരിയൽ ഗ്രാൻഡ്മ ഫസ്റ്റ് ടൈം ആണ് കാണുന്നെങ്കിൽ ഉറപ്പായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഞാൻ പോയി വരാം. ബൈ.